2015 IIT മദ്രാസ് ഹോസ്റ്റലിലെ ഒരു ചെറിയ മുറിയിൽ രാത്രി മുഴുവൻ കോഡിംഗ് ചെയ്തിരുന്ന ഒരു യുവാവ് ഉണ്ടായിരുന്നു. അന്ന് അവൻ ഗൂഗിളിനെ മറ്റെല്ലാവരും ഉപയോഗിക്കുന്ന പോലെ ഒരു സെർച്ച് എഞ്ചിനായി ഉപയോഗിച്ചു. പക്ഷെ ഒരിക്കൽ പോലും ആരും കരുതിയില്ല ഒരു ദിവസം അവൻ ഗൂഗിൾ പോലുള്ള വലിയ കമ്പനിക്കെതിരെ മത്സരിക്കാൻ ഇറങ്ങുമെന്ന്. ആ യുവാവാണ് അരവിന്ദ് ശ്രീനിവാസ്. Please welcome Aravind Srinivas. Perplexity is all about questions and answers. You started Perplexity with the ambitious mission of taking on Google using AI. He's been one of the earliest and the quickest adopters of DeepSeek, integrating the open source model. അരവിന്ദ് ശ്രീനിവാസ് 2022 പെർപ്ലെക്സിറ്റി എന്നൊരു സ്റ്റാർട്ടപ്പ് ആരംഭിച്ചു. ഇന്ന് ആ കമ്പനിയുടെ മൂല്യം $20 ബില്യൺ മുകളിൽ ഉയർന്ന് ഗൂഗിളിന് പോലും വലിയൊരു വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. തമിഴ്നാട്ടിലെ ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വന്ന ഒരു യുവാവിന് ഇത് എങ്ങനെ സാധിച്ചു? പെർപ്ലെക്സിറ്റിയെ മറ്റ് AI ടൂളുകളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് എന്താണ്? നമുക്ക് ഡീറ്റെയിൽ ആയി തന്നെ നോക്കാം. അതിനു മുമ്പ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ പൂർണ്ണമായി കാണുക. 1994 ചെന്നൈയിലെ ഒരു സാധാരണ മിഡിൽ ക്ലാസ് കുടുംബത്തിലാണ് അരവിന്ദ് ജനിച്ചത്. ഒരു മിഡിൽ ക്ലാസ് കുടുംബത്തിന് പഠനത്തിലൂടെ മാത്രമേ ജീവിതത്തിൽ വിജയിക്കാനാകൂ എന്ന് അയാൾ തന്റെ അമ്മയിലൂടെ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് അരവിന്ദ് നന്നായി പഠിക്കുകയാണ്. അമ്മയുടെ ആഗ്രഹപ്രകാരം അയാൾ IIT മദ്രാസിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ ചേരുകയാണ്. ഗൂഗിളിന്റെ CEO സുന്ദർ പിച്ചൈ വളർന്ന അതേ നഗരത്തിലാണ് അരവിന്ദും വളർന്നത്. അതുകൊണ്ട് തന്നെ ചെറുപ്പം മുതൽ ടെക്നോളജിയോട് വലിയ താല്പര്യമായിരുന്നു അരവിന്ദിനുണ്ടായിരുന്നത്. കോളേജിന്റെ മറ്റു കുട്ടികൾ ആഘോഷത്തിന്റെ തിരക്കിലായിരുന്നപ്പോൾ അരവിന്ദിന്റെ ശ്രദ്ധ മുഴുവൻ മെഷീൻ ലേണിംഗ് പഠിക്കുന്നതിലായിരുന്നു. മെഷീൻ ലേണിംഗ് എന്താണെന്ന് പോലും ശരിയായി അറിയാത്ത സമയത്ത് അദ്ദേഹം ഒരു മത്സരത്തിൽ പങ്കെടുത്തു. വലിയ തയ്യാറെടുപ്പൊന്നും ഇല്ലാതെ തന്നെ ആ മത്സരത്തിൽ ജയിക്കുകയും ചെയ്തു. അതായിരുന്നു അരവിന്ദിന്റെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ്. പിന്നീട് 2017 അരവിന്ദ് അമേരിക്കയിലെ ബെർക്ലി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മെഷീൻ ലേണിംഗിലും AIയിലും PhD ചെയ്തു. പഠിക്കുന്ന സമയത്ത് തന്നെ ഗൂഗിൾ ബ്രെയിനിലും ഡീപ് മൈൻഡിലും അയാൾ ഇന്റേൺ ആയി ജോലി ചെയ്തു. പിന്നീട് ChatGPTയുടെ പേരന്റ് കമ്പനിയായ OpenAIയിലും റിസർച്ച് സയന്റിസ്റ്റായി അയാൾ വർക്ക് ചെയ്തു. അവിടെ DALL-E E2 പോലുള്ള പ്രൊജക്ടുകളിൽ പങ്കാളിയായി. DALL-E E2 എന്നത് നമ്മൾ നൽകുന്ന ടെസ്റ്റ് അടിസ്ഥാനമാക്കി ഇമേജ് ജനറേറ്റ് ചെയ്യുന്ന ഒരു AI മോഡലാണ്. അവിടെ നിന്നുമുള്ള എക്സ്പീരിയൻസിൽ നിന്നാണ് ട്രഡീഷണൽ സെർച്ച് എഞ്ചിനുകൾ ഉപയോഗിക്കുമ്പോൾ ആളുകൾ നേരിടുന്ന പ്രശ്നങ്ങൾ അരവിന്ദിന് വ്യക്തമായി മനസ്സിലായത്. അതിൽ നിന്നാണ് പിന്നീട് പെർപ്ലെക്സിറ്റി തുടങ്ങാനുള്ള ആശയത്തിന് വഴിയൊരുക്കിയത്. 2022 നവംബർ 30 ChatGPT പുറത്തിറങ്ങിയപ്പോൾ എൻ്റെ ഡിജിറ്റൽ ലോകം തന്നെ മാറി. കമ്പ്യൂട്ടറുകൾ വെറും സെർച്ച് റിസൾട്ട് തരുന്നവ മാത്രമല്ല, മനുഷ്യഭാഷ മനസ്സിലാക്കി മറുപടി നൽകാനുള്ള കഴിവും അതിനുണ്ടെന്ന് അന്ന് ആളുകൾക്ക് മനസ്സിലായി. എന്നാൽ ChatGPTക്ക് ചില പരിമിതികൾ ഉണ്ടായിരുന്നു. ഒന്ന്, അതിൽ പുതിയ വിവരങ്ങൾ, അതായത് റിയൽ ടൈം ഡേറ്റ ലഭ്യമായിരുന്നില്ല. 2, പറയുന്ന കാര്യങ്ങൾ എവിടെ നിന്ന് കിട്ടിയെന്ന് തെളിവോ ലിങ്ക് സോഴ്സോ ലഭ്യമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ChatGPT നൽകുന്ന വിവരങ്ങൾ ആളുകൾക്ക് പൂർണ്ണമായി വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു. ഒരു വശത്ത് ലിങ്കുകൾ മാത്രം തരുന്ന ഗൂഗിൾ, മറുവശത്ത് സോഴ്സ് വ്യക്തമാക്കാതെ മറുപടി നൽകുന്ന ChatGPT. ഈ 2 പ്ലാറ്റ്ഫോമുകൾക്കിടയിൽ ഒരു വലിയ ഗ്യാപ്പ് ഉണ്ടെന്ന് അരവിന്ദ് മനസ്സിലാക്കുകയാണ്. അദ്ദേഹം ഒരു പുതിയ വഴി കണ്ടെത്തുകയാണ്. ഇന്റർനെറ്റിൽ നിന്ന് റിയൽ ടൈം ഡേറ്റ ശേഖരിക്കുകയും അവയുടെ സോഴ്സ് വ്യക്തമാക്കുകയും ചെയ്യുന്ന ഒരു AI പ്ലാറ്റ്ഫോം. അതാണ് പെർപ്ലെക്സിറ്റി. പക്ഷേ അത് നിർമ്മിക്കാൻ അത്ര എളുപ്പമല്ലായിരുന്നു. പണം തന്നെയായിരുന്നു പ്രധാന വെല്ലുവിളി. പുതിയൊരു AI മോഡൽ നിർമ്മിക്കാൻ $1 ബില്യൺ ചെലവാകും. അതിനാൽ അരവിന്ദ് മറ്റൊരു വഴി തിരഞ്ഞെടുത്തു. സ്വന്തം മോഡലുകൾ നിർമ്മിക്കുന്നതിന് പകരം ഇതിനകമുള്ള മികച്ച മോഡലുകൾ API വഴി ഇന്റഗ്രേറ്റ് ചെയ്തു. API എന്നത് ഒരു സോഫ്റ്റ്വെയറിനെ മറ്റൊരു സോഫ്റ്റ്വെയറിന്റെ സർവീസ് ഉപയോഗിക്കാൻ സഹായിക്കുന്ന ഒരു സംവിധാനമാണ്. GPT, Gemini, ലാമ പോലുള്ള മോഡലുകൾ ചേർത്ത് പെർപ്ലെക്സിറ്റിയെ ഒരു AI അഗ്രിഗേറ്റർ ആയി രൂപപ്പെടുത്തി. ഇതിലൂടെ ചെലവ് കുറയ്ക്കാനും ഒരൊറ്റ മോഡലിനോട് മാത്രം ആശ്രയിക്കേണ്ട സാഹചര്യം ഒഴിവാക്കാനും സാധിച്ചു. അങ്ങനെ 2022 ഡിസംബർ 7 അരവിന്ദ് 2 കോഫൗണ്ടേഴ്സിനോടൊപ്പം പെർപ്ലെക്സിറ്റി ലോഞ്ച് ചെയ്തു. അരവിന്ദ് പ്രതീക്ഷിച്ചതിനേക്കാൾ വേഗത്തിലായിരുന്നു പെർപ്ലെക്സിറ്റിയുടെ വളർച്ച. ആദ്യ ദിവസങ്ങളിൽ തന്നെ 3000 ക്വറീസ് ലഭിച്ചു. പിന്നീട് അത് ലക്ഷങ്ങളിലേക്കും മില്യണുകളിലേക്കും ഉയർന്നു. ഒരു വർഷത്തിനുള്ളിൽ 1000x ഗ്രോത്ത് നേടി. ഈ വളർച്ച കണ്ട് NVIDIA, ആമസോണിന്റെ ഫൗണ്ടറായ ജെഫ് ബെസോസ്, സോഫ്റ്റ് ബാങ്ക് പോലുള്ള വലിയ ഇൻവെസ്റ്റേഴ്സ് പെർപ്ലെക്സിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്തു. 2025 കമ്പനിയുടെ മൂല്യം $20 ബില്യൺ എത്തി. ഗൂഗിളിന് തന്നെ വലിയൊരു കോമ്പറ്റീഷൻ കൊടുക്കുകയും ചെയ്തു. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം ഉണ്ടാകും, ഗൂഗിൾ അല്ലെങ്കിൽ OpenAI പോലുള്ള ഭീമന്മാർക്ക് ഇതുപോലുള്ള ആൻസർ എഞ്ചിൻ എന്തുകൊണ്ട് തുടങ്ങിക്കൂടാ എന്ന്. ഇതിന്റെ ഉത്തരം അവരുടെ ബിസിനസ് മോഡലിലാണ് ഇരിക്കുന്നത്. ഗൂഗിളിന്റെ പ്രധാന വരുമാനം ആഡ്സ് ആണ്. പെർപ്ലെക്സിറ്റി പോലൊരു ആൻസർ എഞ്ചിനുകൾ ഉണ്ടാക്കിയാൽ ആളുകൾ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുന്ന സാഹചര്യം കുറയും. അതോടെ ആഡ്സ് റവന്യൂവും കുറയാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ OpenAIയും മൈക്രോസോഫ്റ്റും API വിൽപ്പനയോടെ വലിയ വരുമാനം നേടും. അവർ ഇതുപോലൊരു ന്യൂട്രൽ ഇന്റർഫേസ് തുടങ്ങുകയാണെങ്കിൽ സ്വന്തം കസ്റ്റമേഴ്സിന് തന്നെ മത്സരിക്കേണ്ടി വരും. എന്നാൽ ഇന്ന് സ്ഥിതി കുറച്ച് മാറിയിട്ടുണ്ട്. ഗൂഗിൾ ഇപ്പോൾ AI ഓവർവ്യൂ കൊണ്ടുവന്നു. അതിൽ സെർച്ച് റിസൾട്ടിന് മുകളിലായി AI ആൻസർ നൽകും. അതുപോലെ തന്നെ ChatGPTയും ഇപ്പോൾ ഇന്റർനെറ്റ് ബ്രൗസിംഗ് ഉപയോഗിച്ച റിയൽ ടൈം ഡേറ്റയും ലിങ്കുകളും കാണിക്കുന്നുണ്ട്. എങ്കിലും ഈ 3 പ്ലാറ്റ്ഫോമുകളുടെ ഫോക്കസ് വ്യത്യസ്തമാണ്. ഗൂഗിൾ യൂസ് ചെയ്യുന്നത് ലിങ്ക് കണ്ടെത്താനും, ChatGPT യൂസ് ചെയ്യുന്നത് ആൻസർ എക്സ്പ്ലെയിൻ ചെയ്യാനും, എന്നാൽ പെർപ്ലെക്സിറ്റി യൂസ് ചെയ്യുന്നത് സെർച്ചും എക്സ്പ്ലെയിനും സോഴ്സും വ്യക്തമാക്കാനാണ്.
അരവിന്ദിന്റെ വിഷൻ വളരെ വ്യക്തമാണ്. ഭാവി സെർച്ച് എഞ്ചിനുകളുടേതല്ല, ആൻസർ എഞ്ചിനുകളുടേതാണ്. ശരിയായ വിഷൻ ഉണ്ടെങ്കിൽ ഒരു സാധാരണ മിഡിൽ ക്ലാസ് യുവാവിന് ഒരു $1 ട്രില്യൺ കമ്പനിനെ വരെ വെല്ലുവിളിക്കാൻ സാധിക്കും. അപ്പോൾ ഇതാണ് പെർപ്ലക്സിറ്റിയുടെ കഥ. അപ്പോൾ സ്റ്റോറി ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. See you on the next video.